പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കുകൾ നൽകുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു.പി. സ്കൂൾ വിദ്യാവനം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കുകൾ നൽകുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. മുക്കം നഗരസഭയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു.പി. സ്കൂൾ വിദ്യാവനം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ അടുത്ത വരുന്ന ആളുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രേസ് മാർക്കോടുകൂടി തന്നെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരുന്ന നിലയിലേക്കുള്ള സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബുകളാക്കി അതിനെ മാറ്റും. അത് സ്കൂൾ തലത്തിൽ നിൽക്കത്തില്ല, കോളേജ് തലത്തിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു വലിയ പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ അടുത്ത തലമുറയാണ് നമുക്കിനി ഏൽപ്പിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ നിലയിൽ അതിൻ്റെ മുന്നോടിയായി ഇവിടെ ഈ പരിപാടി നടന്നതിലുള്ള സന്തോഷമാണ് ഞാൻ പറഞ്ഞത്. പ്രകൃതിയെ നാശം കൂടാതെ നിലനിർത്താൻ സമൂഹം മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പ്രകൃതി സംരക്ഷണം പോലെ പ്രാധാന്യമുള്ളതാണ് കർഷക സംരക്ഷണമെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് കർഷകരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ നേരിടും. പ്രകൃതിയെ സംരക്ഷിക്കണം, കർഷകന് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിന് പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നത് കർഷകൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കർഷകർക്ക് പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്തുകൾക്ക് കാര്യം ചെയ്യാൻ ഇനി മുതൽ അങ്ങോട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സഹകരണത്തിൻ്റെ ഒരു സന്ദേശം, സഹകരിച്ചുകൊണ്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രകൃതി സംരക്ഷണം എന്നൊരു വലിയ മെസ്സേജുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുമ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നുകൂടി ഈ സന്ദർഭം. പുതിയ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്ക്രിപ്റ്റിലൂടെ അവതരിപ്പിക്കുകയും വിദ്യാഭവനം പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കുകയും ചെയ്ത വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു.പി. സ്കൂളിനെ മന്ത്രി അഭിനന്ദിച്ചു. വനം വന്യജീവി വകുപ്പിന്റെ പ്രശസ്തി പത്രവും മെമന്റോയും മന്ത്രി വിദ്യാലയത്തിന് സമ്മാനിച്ചു. തിരുവമ്പാടി എം.എൽ.എ. സി.കെ. കാസിം അധ്യക്ഷനായി. താമരശ്ശേരി ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിയൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി, താമരശ്ശേരി കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ട്, സോഷ്യൽ ഫോറസ്ട്രി ജില്ലാ ഉദ്യോഗസ്ഥരായ എ.പി. ഇംതിയാസ്, എം. ജോഷിൽ, വി. സന്തോഷ് കുമാർ, കെ. നീതു, സ്കൂൾ മാനേജർ ഫാദർ സജി മങ്കരയിൽ, മുക്കമേയോ ടി. ദീപ്തി, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ ഭവന വിനോദ്, കൗൺസിലർ സുനിത മാത്യു, ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സിബി തോമസ്, സ്കൂൾ PTA പ്രസിഡന്റ് ആൻ്റണി ഫ്രാൻസിസ്, വേനപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മഹേഷ് കെ. ബാബു, പ്രധാനാധ്യാപിക സീന റോസ്, MPTA പ്രസിഡന്റ് എം. ശ്രുതി, ഫോറസ്ട്രി ക്ലബ്ബ് കൺവീനർ ബിജു മാത്യു, വിദ്യാർത്ഥി പ്രതിനിധി മിൻഹ ഫാത്തിമ, പ്രധാനാധ്യാപകൻ ജെയിംസ് ജോഷി, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ. ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ വിശിഷ്ടാതിഥികളെ ബാൻഡ് മേളത്തിൻ്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, ഫോറസ്റ്റ് ട്രാഫിക് ക്ലബ്ബ് വിദ്യാർത്ഥികളുടെയും അകമ്പടിയോടെയാണ് സ്കൂളിലേക്ക് ആനയിച്ചത്. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.